ഈ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് വട്ടിയൂർക്കാവിലേക്ക് ഒരു മടങ്ങി വരവാണ്. അതെ, സത്യത്തിൽ ഇത് ആഗ്രഹിച്ചിരുന്നായിരുന്നോ വട്ടിയൂർക്കാവിലേക്ക് ഒരു മടങ്ങി വരവ്? ഞാൻ പോകുമ്പോൾ തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണെന്ന് പോയത്, വടകരയ്ക്ക് പോയത്. ഇതിൽ പോകാനുണ്ടായൊരു കാരണം എന്ന് പറയുന്നത്, ഈ പി ജയരാജൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി പറഞ്ഞ പേരുകൾ പലതും പ്രാദേശികമായിട്ട് വളരെ ഒബ്ജക്ഷൻ വന്നു. അതായത് ആരും ജയരാജനോട് പറ്റിയവരല്ല എന്നൊരു ഇത് വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധനം പാറയ്ക്കൽ അബ്ദുള്ള, ഞാൻ എനിക്ക് പ്രേമേന്ദ്രൻ്റെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനത്തിന് പോവാണ് ട്രെയിനിൽ. അപ്പോഴാണ് പാറയ്ക്കൽ അബ്ദുള്ള MLA വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ, അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വളരെ സിറ്റുവേഷൻ വളരെ ഇതാണ്, അങ്ങ് മത്സരിക്കണം, മത്സരിക്കുകയാണെങ്കിൽ 101% ജയിച്ചിരിക്കും. ഞാൻ ജയിക്കുന്നതിൻ്റെ അല്ല, അന്ന് ഞാൻ ഇപ്പോൾ അസംബ്ലിയിലെ അംഗമാണ്, ഇവിടുത്തെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പാർലമെൻറ്റിൽ മത്സരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. പക്ഷേ ഞാൻ അതുകൊണ്ട് എന്നെ ദയവായിട്ട് ഒഴിവാക്കണം. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞ് മുടങ്ങി വരും. അപ്പോൾ ഞാൻ പ്രേമേന്ദ്രനോട് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ശശി തരൂരിൻ്റെ അതിൽ ഇടയ്ക്കൊന്ന് ഞാൻ കൊല്ലത്തേക്കും വരാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മടങ്ങിയെത്തിയപ്പോഴാണ് KK രമയുടെ ഒരു ഫോൺ വന്നു. എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണം, ജയരാജനെ തോൽപ്പിക്കണം, അങ്ങ് വന്നാലേ നടക്കൂ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ശശി തരൂരിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് പങ്കെടുത്തിട്ട് നേരെ കൺവെൻഷൻ എത്തിയപ്പോഴേക്കും ഉമ്മൻചാണ്ടിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായി വടകര സെറ്റിൽ ചെയ്ത ആൾ, സെറ്റിൽ ചെയ്യാൻ കഴിയുന്നില്ല, ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു ഉമ്മൻചാണ്ടി ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ പലരും ഇന്നലെ വിളിച്ചിരുന്നു, പക്ഷേ എനിക്കങ്ങനെ താല്പര്യമില്ല, എന്നാലും ഇപ്പോൾ ഒരു നല്ലൊരാളെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കമാൻഡിൽ നിന്ന് ഇങ്ങനെ സമ്മർദ്ദമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും നിങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രമേശ് ചെന്നിത്തലയുടെ ഫോൺ വന്നു. അല്ല അങ്ങനെയാണെങ്കിൽ മുരളി തന്നെ മത്സരിക്കണം, അതാണ് നല്ലത്, കാരണം മറ്റൊരാൾ ആരും അവിടെ ഏൽക്കുന്നില്ല, ഒരുപാട് പേരിങ്ങനെ സംശയങ്ങൾ പറയുന്നു, കേട്ട പേരൊന്നും ശരിയാവുന്നില്ല. അങ്ങനെയാണ് സ്ഥാനാർത്ഥി വന്നത്.